ഇത് ഹാഷ് പ്രൂണിങ് അല്ല, സെമി ഹാഷ് പ്രൂണിങ്. ഹാഷ് പ്രൂണിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വർഷം കഴിയാണ്ട് ഒരു വർഷം പോകും, അടുത്ത വർഷം കായ ഉണ്ടാവുള്ളൂ. സെമി പ്രൂണിങ്ങിൽ പകുതി കൊമ്പുകളിലൊക്കെ കായ ഉണ്ടാവും. അല്ലാണ്ട് ഇതിൽ ചിലപ്പോൾ കായ ഉണ്ടാവും കുറവാണ്, സാധ്യത കുറവാണ്. പക്ഷേ ഇതിൽ കായ ഉണ്ടാവും, ഇങ്ങനത്തെ കായ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ മരത്തിൻ്റെ ഹൈറ്റ് കുറയ്ക്കുകയും ചെയ്യാം, നമുക്ക് പകുതി കായ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ സെമി പ്രൂണിങ് നമ്മൾ കണ്ടുപിടിച്ചൊരു മെത്തേഡാണ്. അതിൻ്റെ ജസ്റ്റ് ഒരു കൊമ്പ് മുറിക്കുന്ന ഒരു വീഡിയോ ഒന്നാണ് ഇട്ടേക്കും. ഇത് മുറിക്കുകയാണേ. ആദ്യം ഉള്ളു മുറിക്കണം, അല്ലെങ്കിൽ പൊളിയും. അത് കഴിഞ്ഞിട്ട് ഇവിടെ പുറത്ത് ഇട്ടി കൊടുക്കാം. ഈ തലവാരം നിൽക്കുന്നത് കൊണ്ട് നമ്മൾ പുറത്തൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മുറിഞ്ഞോളും, മരം ഒടിഞ്ഞു കൊണ്ടുപോകും. അത് വീഴാൻ പോകും. കണ്ടോ, വലിയ കുഴപ്പമില്ലാണ്ട് വീണില്ലേ? അപ്പോൾ ഞാൻ വാൾ കൂടി താഴ്ക്കിയതാണ്. അപ്പോൾ ഈ മരത്തിൻ്റെ പ്രൂണിങ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഈ മരത്തിൽ നിന്ന് കിട്ടിയ കായ് കൂടി ഞാൻ കാണിക്കാം. ഓക്കെ, കട്ട് ചെയ്തോളൂ വീഡിയോ. അത് ഈ മരത്തിൻ്റെ പ്രൂണിങ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, സെമി ഹാഷ് പ്രൂണിങ് ആണ്. നോർമൽ പ്രൂണിങ് അല്ല, ഹാഷ് പ്രൂണിങ്ങും അല്ല, സെമി ഹാഷ് പ്രൂണിങ് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം പകുതി ഉണ്ടാവും, പകുതി ഉണ്ടാവില്ല, പിന്നത്തെ വർഷം ഫുള്ളി ഉണ്ടാവും. അപ്പോൾ ഈ മരം ശരിക്കും നല്ല രീതിയിൽ വല വിരിക്കാനുള്ള സൗകര്യം വരും. ഇതിപ്പോൾ ഓൾറെഡി പറിച്ച് കഴിഞ്ഞ ഒരു തോട്ടമാണ്. അപ്പോൾ പകുതി പറിച്ചു, അതിന് പകുതി ബാക്കിയുള്ളത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ മരത്തിൽ ഇത് കണ്ടല്ലോ, ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരു 10-30 കിലോളം ഉണ്ട്. ഇതിൽ തന്നെ ബാക്കി പറിച്ചേക്കുന്നത് അവിടെയും കിടക്കുന്നുണ്ട് അല്ലേ. നല്ല സൂപ്പർ പഴങ്ങളാണ്. അപ്പോൾ അതിൽ ആ മരത്തിൽ തന്നെ ഒരു 50 കിലോ നമുക്ക് കിട്ടി. ഏകദേശം ഒരു 100 കിലോളം കിട്ടുന്നുണ്ട്. കാരണം ഇത് കൊഴിഞ്ഞു പോകാതിരുന്നിരുന്നെങ്കിൽ ഒരു 150-160 കിലോ കിട്ടുന്ന മരമാണ്. നമുക്ക് കൊഴിഞ്ഞു പോയി കഴിഞ്ഞിട്ട് ഏകദേശം 100 കിലോളം കിട്ടുന്നത്. 50 കിലോ പറിച്ച് ബാക്കി 50 കിലോ ഈ രണ്ടും കൂടി കിടക്കുന്ന സാധനമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൂണിങ് മാത്രം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് സംഭവിച്ചത്. കേട്ടോ, അപ്പോൾ ഇതിപ്പോൾ ഒരു 15 അടി 16 അടി ഹൈറ്റിൽ നമ്മൾ 17 അടിയോളം ഹൈറ്റിൽ നമ്മൾ കറക്റ്റ് ചെയ്തു. ഇതിൻ്റെ കാനോപ്പി ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് മാക്സിമം 25 അടിയിൽ കൂടുതൽ പോകില്ല. ഇത് നമുക്ക് വല വിരിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഈ രീതിയിൽ നിർത്താണ്ടാണ് കുറച്ച് നല്ലത്. അപ്പോൾ അത് എനിക്ക് പറ്റിയ മണ്ടത്തരങ്ങളും മെറിറ്റും നന്മയും തിന്മയും പോലെ നമ്മൾ പറയണമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് പറഞ്ഞെന്ന് തോന്നുന്നു. ഇതിൻ്റെ കഴിഞ്ഞ് ഇനി അടുത്തൊരു മരം കൂടി മറിച്ച് ഇന്നത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 കിലോ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 12 മണിയാകുമ്പോഴേക്കും ഞാൻ അവസാനിപ്പിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു വഴികാശും കിട്ടി. എന്താണെന്ന് വെച്ചാൽ ഒരാളെ നിർത്തി, കാരണം എൻ്റെ പ്രൂണിങ് നടന്നു, പഴം പറിച്ചു കൊടുത്തു, അങ്ങനെ കാര്യങ്ങൾ നടന്നു. എല്ലാവർക്കും നന്മ വരട്ടെ.